അങ്ങനെ വേറൊരു ദിവസമായി. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം ജിമ്മിൽ പോയപ്പോൾ രണ്ടാളുകൾ, ഒരാൾ ബെഞ്ച് ചെയ്യുന്നു, വേറൊരാൾ സ്പോട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർ വർക്കൗട്ട് പേപ്പറിൽ എഴുതുന്നു. തിങ്ക് അബൌട്ട് ദിസ്. നമ്മൾ ജിമ്മിൽ പോവുക, ഓൾറെഡി ഒരു ബാഗ് ഉണ്ട്, അതിനകത്ത് കൊണ്ടുപോകേണ്ട കുറേ സാധനങ്ങളുണ്ട്. ചിലപ്പോൾ ജിം ഷൂസ് കാണും, ഡ്രസ്സ് കാണും. അതിൻ്റെ കൂടെ നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് എഴുതിയിട്ട് ഓരോ സെറ്റ് കഴിയുമ്പോൾ, ഓരോ എക്സസൈസ് കഴിയുമ്പോൾ ഒരു സെറ്റ് 4 റെപ്പ് ഇത്ര പൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നത് എത്ര ഇൻകൺവീനിയൻറ്റാണ്. മേ ബി അതിലേക്ക് അവർ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ഒരേ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. കാരണം അത്ലറ്റിക് സ്റ്റുഡൻസ് ഈ സാധനം എപ്പോഴും ലോഗ് ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ പലപ്പോഴും പേഴ്സണൽ ട്രെയിനേഴ്സ് പോലും ഈ പറഞ്ഞ രീതിയിൽ പേപ്പറും പേനയും വെച്ചിട്ട് ട്രാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഹൗ ഇൻകൺവീനിയൻറ്റ് ഈസ് ദാറ്റ്? ഞാൻ ട്രാക്ക് ചെയ്യുന്നൊരു സ്വഭാവം എനിക്കില്ലായിരുന്നു. നമ്മൾ ഫുഡ് ട്രാക്ക് ചെയ്യുന്ന പോലെ ഇതൊരു ഹാബിറ്റാക്കി എടുക്കണം, സോ ദാറ്റ് യു കെൻ ട്രാക്ക് യുവർ പ്രോഗ്രസ്, റൈറ്റ്? നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പല സമയത്തും ചിന്തിക്കും. പക്ഷേ വെൻ യു ആക്ച്വലി ലുക്ക് അറ്റ് ദ സ്റ്റാറ്റ്സ് ദെൻ ഇറ്റ് മേക്സ് സെൻസ്. പല മസിൽ ഗ്രൂപ്പിലും വളരെ കുറവ് എക്സസൈസ് ആയിരിക്കാം നമ്മളൊരു പക്ഷേ ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് റെപ്സ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറവായിരിക്കാം ഒരു മസിൽ ഗ്രൂപ്പിന് കിട്ടുന്നത്. അത് വഗേര നമുക്കതിൻ്റെ സ്റ്റാറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഡയറ്റിൽ ട്രാക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. നമ്മൾ ചിന്തിക്കും നമ്മൾ ഇത്ര കാലറീസ് കഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര മാക്രോസ് ആയിരിക്കണം വന്നിട്ടുള്ളത്, ഫാറ്റ് കുറവായിരുന്നിരിക്കുക. പക്ഷേ എൻഡ് ഓഫ് ദ വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് ഓൾ ആഡ്സ് അപ്പ്. ചിലപ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ പ്രൊജക്റ്റഡ് എമൗണ്ടിനേക്കാളും കൂടുതലായിരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ പേപ്പറിലോ മനസ്സിലോ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇന്നലെ കണ്ട ആദ്യത്തെ റീല്, അല്ലെങ്കിൽ ഇന്നലെ ഫോൺ വയ്ക്കുന്നതിന് മുമ്പേ കണ്ട അവസാനത്തെ റീൽ എന്താണെന്ന് പോലും ഓർക്കാൻ കഴിയില്ലാത്ത ആൾക്കാരാണ് പറയുന്നത്, ഞാൻ ജിമ്മിൽ പോയിട്ട് ഈ സാധനം ട്രാക്ക് ചെയ്ത് എൻ്റെ മൈൻഡിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ബുക്കും പേപ്പറും വെച്ച് ട്രാക്ക് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ. ഇറ്റ്സ് ഇംപോസിബിൾ, ലെറ്റ്സ് അഡ്മിറ്റ് ദാറ്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വേറൊരു ആപ്പിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പല ട്രാക്കിംഗ് ആപ്പുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഡോക്ടർ മൈക്ക് ഇസ്രേറ്റലിൻ്റെ പൈസ കൊടുത്തിട്ട് $200-300 സംതിങ് കൊടുത്തിട്ട് ഞാൻ സൈനപ്പ് ചെയ്ത് പുള്ളിയുടെ ആപ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ ആപ്പുകൾ ഞാൻ പെയ്ഡായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇതുപോലെ തന്നെ വേറെ ഉണ്ട്, അൺഫോർച്യുനേറ്റ്ലി എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ റെഗുലറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ചോദിക്കും, അത് പ്ലേ സ്റ്റോറിലില്ലല്ലോ, അത് APK ഡൗൺലോഡ് ചെയ്യണമല്ലോ. ഞാൻ F-Droid നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഐഫോണിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആളുകൾ ചോദിക്കുന്നു, ഇത് വൾണറബിൾ അല്ലേ, അത് നമുക്കറിയത്തില്ലല്ലോ, അവർ വേറെ എന്തൊക്കെ ഇൻഫർമേഷൻ ചോദിക്കുന്നത്. ഇതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് ഗിറ്റ്ഹബിൽ അവൈലബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ പെർമിഷൻസ് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഇതിന് വേറെ പെർമിഷൻസിൻ്റെ ആവശ്യം വരുന്നില്ല, ഇൻ്റർനെറ്റിൻ്റെയോ ഒന്നിൻ്റെയും. ഇത് ഫുള്ളി ലോക്കൽ ഫോണിൽ റൺ ചെയ്യുന്ന, ലോക്കൽ ഡിവൈസിൽ റൺ ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ പെർമിഷൻസ് നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം, നെറ്റ്വർക്ക് യൂസേജ് നമുക്ക് ഓഫ് ചെയ്തിടാം, വേറെ ഒരു ഡീറ്റെയിൽസ് ഇത് ചോദിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓബ്വിയസ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ട്രാക്കിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ എക്സസൈസ് തുടങ്ങുമ്പോഴും ഓരോ എക്സസൈസ് തീരുമ്പോഴും നമുക്ക് നെക്സ്റ്റ് അടിച്ച് റെസ്റ്റ് ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാതെ മാനുവലി നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ട്രാക്ക് ചെയ്യാം. മാനുവൽ വർക്കൗട്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് മാത്രമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില എക്സസൈസ് സെറ്റുകളുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വലിയൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഡാറ്റാബേസ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഫയലുകൾ ഇമ്പോർട്ട് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം, പിന്നെ ഒരു ഫയലായിട്ട് സൂക്ഷിച്ചിട്ട് പിന്നെ ഈ ആപ്പിലായിട്ട് എന്താ പറയുന്നത്, ഇപ്പോൾ ഈ ആപ്പ് ക്രാഷ് ആവുകയാണെന്നുള്ളൊരു പേടിയുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ, ഇതുവരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആപ്പ് ക്രാഷ് ആവുകയെന്നുള്ള പേടിയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസിലേക്ക് ഇത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈവിലോട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതും ലോക്കലി ആദ്യം സേവ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ള ചോയ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ യാതൊരുവിധ പെർമിഷൻസ് ഇത് ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്കിത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയാൻ കാരണം, ഇപ്പം നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഞങ്ങൾ ഓക്കെ കല്ലി കുഴപ്പമില്ല പരിപാടി ചെയ്തിട്ട് നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ, നമ്മളെല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്, അത്രയ്ക്ക് ഷാർപ്പ് മെമ്മറിയാണ് എൻ്റെ, അത്രയ്ക്കും ഡിസിപ്ലിൻഡ് ആണ് ഞാൻ എന്നൊക്കെ പറയുന്ന ടീമുകൾക്ക് ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ സീരിയസ് ആണ്, നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ബുക്കും പേനയും ഒക്കെ വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മേക്ക് യൂസ് ഓഫ് ദിസ് ആപ്പ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
ഇത് ഞാൻ റാൻഡമായിട്ട് കണ്ടൊരു ആപ്പാണ്. F-Droidൻ്റെ ലിങ്കാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയാം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ആപ്പാണിത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ മേക്ക് യൂസ് ഓഫ് ഇറ്റ്, വേണ്ട എങ്കിൽ വേണ്ട. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ചെയ്യരുത് പ്ലീസ്. അല്ല, നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുന്നത്, ട്രസ്റ്റ് മീ ബ്രോ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഇത് സാധനം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ് ഈ വീഡിയോ. താങ്ക് യു.